നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി ബുള്ളറ്റിനിലേക്ക്. നാളെ 2026 ജൂൺ മാസം 15-ാം തീയതി തിങ്കളാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ ഡെയിലി ബുള്ളറ്റിനിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എല്ലാവരും പൂർണ്ണമായും ശ്രദ്ധിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുവാനും വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച പ്രിയദർശിനി പദ്ധതി പ്രകാരം നാളെ ജൂൺ 15 മുതൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും സൗജന്യ യാത്ര ആരംഭിക്കുകയാണ്. പൂർണ്ണമായും സൗജന്യമായി ഈ യാത്ര ആസ്വദിക്കാൻ യാത്രക്കാർ ബസ്സിൽ കയറിയുടൻ കണ്ടക്ടറോട് പറഞ്ഞ് 0 രൂപ രേഖപ്പെടുത്തിയ സീറോ വാല്യൂ ടിക്കറ്റുകൾ നിർബന്ധമായും കൈപ്പറ്റേണ്ടതുണ്ട്. യാത്രക്കാരുടെ കൃത്യമായ എണ്ണം തിട്ടപ്പെടുത്തുന്നതിനും സർക്കാരിൽ നിന്ന് KSRTCക്ക് സബ്സിഡി ലഭ്യമാക്കുന്നതിനും വേണ്ടിയാണ് ഇത്തരം പ്രത്യേക ടിക്കറ്റുകൾ നൽകുന്നത്. പ്രിയദർശിനി എന്ന് മലയാളത്തിലും ഇംഗ്ലീഷിലും രേഖപ്പെടുത്തിയ സ്റ്റിക്കറുകളുള്ള സിറ്റി ഓർഡിനറി, ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി, ഗ്രാമവണ്ടി, ഫെയർ സ്റ്റേജ് ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി, പോയിന്റ് ടു പോയിന്റ്, ടൗൺ ടു ടൗൺ എന്ന് 7 വിഭാഗം ബസ്സുകളിലാണ് ഈ ആനുകൂല്യം ലഭിക്കുക. സൗജന്യ നിരക്ക് ഒഴികെ മറ്റ് യാത്രക്കാർക്കുള്ള എല്ലാ നിയമങ്ങളും ഇവർക്കും ബാധകമായിരിക്കും. ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്താൽ 500 രൂപ പിഴ ഈടാക്കുന്നതാണ്. കൂടാതെ ഈ ആനുകൂല്യം സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു. ഇവർക്കൊപ്പം യാത്ര ചെയ്യുന്ന 5 മുതൽ 11 വയസ്സ് വരെയുള്ള ആൺകുട്ടികൾക്ക് പകുതി ടിക്കറ്റും 12 വയസ്സിന് മുകളിലുള്ളവർക്ക് പൂർണ്ണ ടിക്കറ്റും എടുക്കേണ്ടതുണ്ട്. കണ്ടക്ടർ നൽകുന്ന ഇലക്ട്രോണിക് ടിക്കറ്റിന്റെ മുകളിൽ പ്രിയദർശിനി എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് യാത്രക്കാർ ഉറപ്പുവരുത്തേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: കേരളത്തിൽ സർക്കാർ ITIകളിലേക്കുള്ള പ്രവേശന നടപടികൾ പുരോഗമിക്കുകയാണ്. സംസ്ഥാനത്തെ 108 സർക്കാർ ITIകളിലേക്കും സ്വകാര്യ ITIകളിലേക്കും സർക്കാർ കോട്ടകളിലേക്കും ഏകജാലക സംവിധാനം വഴിയാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത്. വ്യാവസായിക പരിശീലന വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ITI അഡ്മിഷൻ കേരള പോർട്ടൽ വഴി ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷകൾ സമർപ്പിക്കാനും മറ്റ് അനുബന്ധ നടപടികൾ പൂർത്തിയാക്കാനുമുള്ള അവസാന തീയതി ജൂലൈ 7 ഉച്ചയ്ക്ക് 3 മണി വരെയാണ്. 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷ വിജയിച്ചവർക്ക് പ്രവേശനത്തിനായി അപേക്ഷിക്കാം. ITI പ്രോസ്പെക്ട്സ് ഡൗൺലോഡ് ചെയ്ത് യോഗ്യതകളും മാനദണ്ഡങ്ങളും പൂർണ്ണമായും മനസ്സിലാക്കിയ ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഹയർ സെക്കൻഡറി 1ാം വർഷ ക്ലാസുകൾ ജൂലൈ 6 തുടങ്ങും. നേരത്തെ ജൂലൈ 2 തുടങ്ങുമെന്നാണ് അറിയിച്ചിരുന്നത്. കമ്മ്യൂണിറ്റി കോട്ട സീറ്റുകളിലേക്കുള്ള പ്രവേശന നടപടികളുടെ തീയതികളിൽ മാറ്റം വന്നതോടെയാണ് ക്ലാസ് ആരംഭിക്കുന്നത് വൈകിയത്. ബുധനാഴ്ച മുതൽ കമ്മ്യൂണിറ്റി കോട്ട അപേക്ഷകളുടെ വിതരണം തുടങ്ങിയിട്ടുണ്ട്. ജൂലൈ 2 റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. ജൂലൈ 5 മുഖ്യഘട്ട പ്രവേശനം അവസാനിപ്പിക്കും. സപ്ലിമെന്ററി ഘട്ടത്തിൽ കമ്മ്യൂണിറ്റി കോട്ടയിലേക്കുള്ള പ്രവേശനം ജൂലൈ 9 10 നടക്കും. കമ്മ്യൂണിറ്റി കോട്ട പ്രവേശനം പൂർത്തിയാക്കിയ ശേഷം ഒഴിഞ്ഞുകിടക്കുന്ന സീറ്റുകൾ മെറിറ്റിലേക്ക് മാറ്റി പ്രവേശനം നടത്തും. മെറിറ്റ് സീറ്റുകളിലേക്ക് പ്രോസ്പെക്ട്സ് പ്രകാരമുള്ള തീയതികളിൽ പ്രവേശന നടപടികൾ നടക്കുമെന്ന് അധികൃതർ പറഞ്ഞു. മറ്റൊരു കാര്യം, കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിക്കാനിരുന്ന +1 പരീക്ഷാ ഫലം ജൂലൈ 15 മാറ്റിയിട്ടുണ്ട്. ഗൾഫ് മേഖലയിൽ മാറ്റിവെച്ച പരീക്ഷകൾ അടുത്തയാഴ്ച നടത്താൻ നിശ്ചയിച്ച പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനം. യുദ്ധം മൂലം മുടങ്ങിയ കേരള സിലബസ് +1 പരീക്ഷകൾ ജൂണിൽ നടക്കുമെന്നാണ് നേരത്തെ തീരുമാനിച്ചിരുന്നത്. സേ പരീക്ഷയ്ക്കൊപ്പം മാത്രമാകും ഗൾഫിൽ പ്രത്യേകമായി 1ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷ നടത്തുക. ഈ വർഷത്തെ +2 പരീക്ഷാ ഫലം 1ാം വർഷ പരീക്ഷയുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കാനും പൊതുവിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. 1ാം വർഷ പരീക്ഷയുടെ മാർക്കുകൾ പരിഗണിച്ച് +2 വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കുമ്പോൾ പരീക്ഷ എഴുതേണ്ട 592 വിദ്യാർത്ഥികളിൽ 470 പേർക്കാണ് ഉപരിപഠനത്തിന് യോഗ്യത ലഭിക്കുക. ബാക്കി വരുന്ന 122 വിദ്യാർത്ഥികൾക്ക് ജയിക്കാനുള്ള 30% മാർക്ക് നൽകാൻ എന്ത് നടപടി സ്വീകരിക്കണമെന്ന തീരുമാനം സർക്കാർ പരീക്ഷാ ബോർഡിന് വിട്ടു. 1ാം വർഷ പരീക്ഷയുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന റിസൾട്ടിൽ തൃപ്തരല്ലാത്തവർക്ക് ജൂണിൽ നടക്കുന്ന സേ പരീക്ഷയ്ക്കൊപ്പം എഴുതാൻ അവസരം നൽകും. ഇത് ആദ്യ ചാൻസ് ആയാകും പരിഗണിക്കുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: സംസ്ഥാനത്ത് നിലവിലുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണങ്ങളെ തുടർന്ന് അപേക്ഷകർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾക്ക് താൽക്കാലിക ആശ്വാസമായി പ്രതിദിന ടെസ്റ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ ഗതാഗത വകുപ്പ് ആലോചിക്കുന്നുണ്ട്. കൂടാതെ കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തിന്റെ പുതിയ ആലോചന പ്രകാരം നിലവിലെ 20 വർഷത്തെ ഡ്രൈവിംഗ് ലൈസൻസ് കാലാവധി ഉടമയ്ക്ക് 50 വയസ്സ് തികയുന്നതുവരെ നീട്ടാൻ സാധ്യതയുണ്ട്. കൂടാതെ ഹെൽമറ്റ് ഇല്ലാതെ വണ്ടി ഓടിച്ചതിനോ സീറ്റ് ബെൽറ്റ് ധരിക്കാത്തതിനോ ക്യാമറയിൽ കുടുങ്ങിയാൽ ഇനി കളിമാറും. മോട്ടോർ വാഹന വകുപ്പിന്റെ പുത്തൻ ആയുധമായ നെക്സ്റ്റ് ജനറേഷൻ ചലാൻ പോർട്ടൽ സംസ്ഥാനത്ത് ഉടൻ നിലവിൽ വരും. കേന്ദ്ര സർക്കാരിന്റെ പരിഷ്കരിച്ച ഈ സോഫ്റ്റ്വെയർ വരുന്നതോടെ
പിഴയടയ്ക്കാതെ മാറി നിൽക്കുന്നവരുടെ കുടിശ്ശിക കുന്നുകൂടുന്നത് ഒഴിവാക്കാനും നിയമലംഘകർക്ക് കടുത്ത പൂട്ടിടാനും സാധിക്കും. നിലവിൽ സംസ്ഥാനത്തെ RT ഓഫീസുകളിൽ ഈ പുതിയ സോഫ്റ്റ്വെയറിന്റെ പരീക്ഷണയോട്ടം ആരംഭിച്ചു കഴിഞ്ഞു. പുതിയ പോർട്ടൽ യാഥാർത്ഥ്യമാകുന്നതോടെ ചലാൻ വന്ന് 45 ദിവസത്തിനകം പിഴയടച്ചില്ലെങ്കിൽ വാഹനത്തിന്റെ നികുതി അടയ്ക്കൽ ഒഴികെയുള്ള മറ്റെല്ലാ RTO സേവനങ്ങളും കമ്പ്യൂട്ടർ സിസ്റ്റം ഓട്ടോമാറ്റിക്കായി ബ്ലോക്ക് ചെയ്യും. ഡിജിറ്റൽ സേവനങ്ങൾ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി ലൈസൻസ് പുതുക്കൽ, ഉടമസ്ഥാവകാശ മാറ്റം, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പുതുക്കൽ, പെർമിറ്റ് പുതുക്കൽ തുടങ്ങിയവ പൂർണ്ണമായും ഓൺലൈൻ ആക്കാനും ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങൾ കണ്ടെത്താൻ സെൻസസ് നടത്താനും നടപടികൾ ആരംഭിക്കുകയാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് 2026 ജൂലൈ 1 മുതൽ ഇന്ത്യയിൽ നിലവിലുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായി വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ എന്ന പേരിൽ പുതിയൊരു തൊഴിൽ പദ്ധതി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുകയാണ്. പുതിയ നിയമപ്രകാരം പദ്ധതിയുടെ ഫണ്ട് വിഹിതം 60% കേന്ദ്രവും 40% സംസ്ഥാനവും എന്ന രീതിയിലായിരിക്കും. ഇനി മുതൽ പ്രതിവർഷം 125 തൊഴിൽ ദിനങ്ങളും ഈ പദ്ധതിയിലൂടെ ലഭിക്കും. ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉള്ളവർ പുതിയ പദ്ധതിയിലേക്ക് മാറാൻ പ്രത്യേകം അപേക്ഷ നൽകേണ്ടതില്ല. ഇവരെ സ്വയം പുതിയ സ്കീമിലേക്ക് മാറ്റുന്നതാണ്. നിലവിലുള്ള ജോബ് കാർഡ് ഉപയോഗിച്ച് തൊഴിലാളികൾക്ക് തുടർന്നും ജോലി ചെയ്യാം. പിന്നീട് പടിപടിയായി ഇവ മാറ്റി പുതിയ റോസ്ഗാർ ഗ്യാരണ്ടി കാർഡുകൾ വിതരണം ചെയ്യും. അതേസമയം പുതുതായി ഈ രംഗത്തേക്ക് വരാൻ താൽപ്പര്യമുള്ള തൊഴിലന്വേഷകർക്ക് തങ്ങളുടെ പദ്ധതിയിലുള്ള ഗ്രാമപഞ്ചായത്ത് വഴി പുതിയ കാർഡിനായി അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് ഏറ്റവും വലിയ ജനക്ഷേമ പദ്ധതികളിൽ ഒന്നാണ് ആശ്വാസ കിരണം പദ്ധതി. ഗുരുതര രോഗങ്ങൾ ബാധിച്ചവർ അല്ലെങ്കിൽ പൂർണ്ണമായും കിടപ്പിലായ രോഗികൾ എന്നിവരെ പരിചരിക്കുന്നവർക്കായിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കിയിരുന്നത്. രോഗികളെ പരിചരിക്കുന്നത് വഴി പരിചാരകർക്ക് അവരുടെ തൊഴിൽ ദിനങ്ങളും വരുമാനവും നഷ്ടപ്പെടാറുണ്ട്. ഇതിനൊരു ചെറിയ ധനസഹായം അല്ലെങ്കിൽ ആശ്വാസമേകുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരള സാമൂഹിക സുരക്ഷ മിഷൻ ഈ പദ്ധതി മുൻപോട്ട് കൊണ്ടുപോകുന്നത്. നിലവിൽ ഈ ധനസഹായം ലഭിച്ചുകൊണ്ടിരിക്കുന്നവർ ഇത് പുതുക്കേണ്ട സമയമാണിത്. ജൂൺ മാസം 30-നകം ലൈഫ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള രേഖകൾ ഹാജരാക്കേണ്ടതുണ്ട്. അക്ഷയ കേന്ദ്രങ്ങൾ, ജനസേവാ കേന്ദ്രങ്ങൾ, കോമൺ സർവീസ് സെന്ററുകൾ എന്നിവ വഴി ഇപ്പോൾ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാവുന്നതാണ്. ആവശ്യമായ രേഖകൾ കൃത്യമായി അറ്റാച്ച് ചെയ്ത് വേണം അപേക്ഷ നൽകാൻ. സമയത്ത് പുതുക്കിയില്ലെങ്കിൽ ആനുകൂല്യം മുടങ്ങുമെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി 2018 ഏപ്രിൽ 1 ശേഷം അപേക്ഷ സമർപ്പിച്ചിട്ടും തുക ലഭിക്കാത്തവർ ഉണ്ടെങ്കിൽ കുടിശ്ശിക ലഭിക്കുന്നതിനായി വീണ്ടും പുതുക്കാനുള്ള അവസരമുണ്ട്. ഇതിനായി മുൻപ് അപേക്ഷയോടൊപ്പം നൽകിയ രേഖകൾ ഒരിക്കൽ കൂടി റീസബ്മിറ്റ് ചെയ്യേണ്ടതാണ്. സോഷ്യൽ സെക്യൂരിറ്റി മിഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി വേണം ഇത് ചെയ്യാൻ. കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ ബന്ധപ്പെടാനായി ഹെൽപ്പ് ലൈൻ നമ്പറുകളും ലഭ്യമാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മുടെ സംസ്ഥാനത്തെ പ്രധാന ചികിത്സാ ധനസഹായ പദ്ധതികളിൽ ഒന്നാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി. വിവിധ ഗുരുതര രോഗങ്ങൾ ബാധിച്ചവർക്ക് ചികിത്സാ സഹായമോ അല്ലെങ്കിൽ ചികിത്സയ്ക്കായി ചിലവായ തുകയുടെ ഒരു നിശ്ചിത ശതമാനം റീഇംബേഴ്സ്മെന്റ് ആയ ഗുണഭോക്താവിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് നൽകുന്ന പദ്ധതിയാണിത്. പ്രത്യേകിച്ചും ക്യാൻസർ, ഹൃദ്രോഗം, വൃക്കരോഗം തുടങ്ങിയ ഗുരുതരമായ അസുഖങ്ങൾ ഉള്ളവർക്കും വലിയ ശസ്ത്രക്രിയകൾക്ക് വിധേയരായവർക്കുമാണ് ഈ സാമ്പത്തിക സഹായത്തിന് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. നമ്മളെ ചികിത്സിക്കുന്ന ഡോക്ടർ സാക്ഷ്യപ്പെടുത്തിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ഇതുവരെ ചികിത്സയ്ക്കായി ചിലവായ തുകയുടെ ബില്ലുകൾ, തുടർ ചികിത്സ ആവശ്യമാണെങ്കിൽ അത് തെളിയിക്കുന്ന രേഖകൾ എന്നിവ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതുണ്ട്. ഇവ കൂടാതെ ഗുണഭോക്താവിന്റെ ആധാർ കാർഡ്, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, നിലവിൽ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ, ഇമെയിൽ ID എന്നിവയും ഇതിനായി ആവശ്യമാണ്. ഓൺലൈൻ വഴി സമർപ്പിക്കുന്ന അപേക്ഷകൾ വില്ലേജ് ഓഫീസർ തലത്തിൽ പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷമാണ് സംസ്ഥാന സർക്കാർ തുക അനുവദിക്കുന്നത്. ഈ തുക നേരിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടും. ഓൺലൈനായി അപേക്ഷിക്കുമ്പോൾ ലഭിക്കുന്ന രജിസ്ട്രേഷൻ ID ഉപയോഗിച്ച് അപേക്ഷയുടെ നിലവിലെ സ്റ്റാറ്റസ് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാം. നിങ്ങളുടെ അപേക്ഷ ഇപ്പോൾ ഏത് ഉദ്യോഗസ്ഥന്റെ പക്കലാണെന്നോ അത് അപ്രൂവ് ആയോ എന്നൊക്കെയുള്ള വിവരങ്ങൾ ഈ IDയിലൂടെ വളരെ എളുപ്പത്തിൽ അറിയാൻ സാധിക്കും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ജൂൺ മാസത്തെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ചില പ്രധാന വിവരങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. കേരളത്തിൽ VD സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റ് ജൂൺ 19 അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. വരാനിരിക്കുന്ന ജൂൺ 19 തീയതിയോടെ മാത്രമേ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ നമുക്ക് ലഭ്യമാവുകയുള്ളൂ. ക്ഷേമ പെൻഷൻ തുക ഒറ്റയടിക്ക് 3000 രൂപയാക്കി ഉയർത്താൻ സാധ്യത കുറവാണെങ്കിലും ഇത്തവണ 200 രൂപയുടെ വർധനവ് വരുത്താനാണ് സർക്കാർ ആലോചിക്കുന്നത്. ഘട്ടം ഘട്ടമായി കാലാവധി പൂർത്തിയാകുമ്പോഴേക്കും പെൻഷൻ തുക 3000 രൂപയിൽ എത്തിക്കുകയാണ് ലക്ഷ്യം. എന്നാൽ പുതിയ സർക്കാരിന്റെ തിരക്കുകൾ കാരണം
സാധാരണ ജൂൺ മാസത്തിൽ നടക്കാറുള്ള വാർഷിക മസ്റ്ററിംഗ് ഇത്തവണ 2-3 മാസം വൈകി ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലേക്ക് നീളാൻ സാധ്യതയുണ്ട്. ഏതായാലും പെൻഷൻ വിതരണത്തിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് സംസ്ഥാന സർക്കാർ നേരത്തെ അറിയിച്ചിരുന്നു. ഈ സാമ്പത്തിക വർഷത്തെ പെൻഷൻ തുകയുടെ വിതരണം, പെൻഷൻ പദ്ധതിയിലെ പുതിയ പരിഷ്കാരങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വ്യക്തമായ ചിത്രം 19-ാം തീയതിയോടെ മാത്രമേ അറിയാൻ സാധിക്കൂ. പ്രത്യേകിച്ച് സാമൂഹിക സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നവർ ഈ തീയതി ഓർത്തുവെക്കുക. നിലവിൽ 2000 രൂപയാണ് നമുക്ക് ആനുകൂല്യമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണയായി എല്ലാ മാസത്തെയും അവസാന ആഴ്ചകളിലാണ് പെൻഷൻ വിതരണം ആരംഭിക്കാറുള്ളത്. എന്നാൽ ഇത്തവണ ബജറ്റിന് ശേഷം വരുന്ന ഔദ്യോഗിക അറിയിപ്പുകളെ ആശ്രയിച്ചായിരിക്കും സർക്കാർ ഇതിൽ അന്തിമ തീരുമാനമെടുക്കുക. അതിനാൽ പെൻഷൻ ഗുണഭോക്താക്കൾ എല്ലാവരും ഇതൊരു പ്രധാന അറിയിപ്പായി കരുതുക. മറ്റൊരു പ്രധാന കാര്യം, സാമൂഹിക സുരക്ഷാ പെൻഷനുകളിൽ ഉൾപ്പെടുന്ന വിധവ പെൻഷൻ, അവിവാഹിത പെൻഷൻ എന്നിവ വാങ്ങുന്ന ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കുക. നിങ്ങളിൽ ആരെങ്കിലും ഇനിയും നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അത് ആധാറിന്റെ കോപ്പി സഹിതം എത്രയും വേഗം അതത് പഞ്ചായത്ത് ഓഫീസുകളിൽ എത്തിക്കേണ്ടതാണ്. ജൂൺ മാസം 30-ാം തീയതിയോടെയാണ് ഇതിന്റെ സമയപരിധി അവസാനിക്കുക. ജൂലൈ മാസം മുതൽ ഈ സർട്ടിഫിക്കറ്റ് നൽകാത്തവരുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ റദ്ദാക്കുന്നതായിരിക്കും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ലോകകപ്പിനോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കും ഫുട്ബോൾ ആരാധകർക്കുമായി പ്രത്യേക ഓഫർ പദ്ധതിയുമായി എത്തിയിരിക്കുകയാണ് സപ്ലൈകോ. സപ്ലൈകോ സോക്കർ 11 എന്ന പേരിലാണ് ഈ പരിപാടി അവതരിപ്പിക്കുന്നത്. ജൂൺ 15 മുതൽ പദ്ധതിക്ക് തുടക്കമാകും. ലോകകപ്പുകളിലെ പ്രമുഖ 11 ടീമുകളെ സപ്ലൈകോയുടെ 11 ശബരി ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ് ആകർഷകമായ ഈ വിലക്കിഴിവ് ക്രമീകരിച്ചിരിക്കുന്നത്. അതനുസരിച്ച് ഓരോ മത്സരത്തിലും ടീമുകൾ നേരിടുന്ന ഗോളുകളുടെ എണ്ണത്തിന് തുല്യമായ ശതമാനം വിലക്കിഴിവ് ആ ടീമുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്ന ശബരി ഉൽപ്പന്നത്തിന് ലഭിക്കും. ഈ വിലക്കിഴിവ് നിരക്ക് ആ ടീമിന്റെ അടുത്ത മത്സരം ആരംഭിക്കുന്നതുവരെ മാത്രമായിരിക്കും ലഭ്യമാവുക. തുടർന്ന് പുതിയ മത്സരത്തിലെ ഗോൾ നേട്ടത്തിന്റെ അടിസ്ഥാനത്തിൽ വിലക്കിഴിവ് പുതുക്കി നിശ്ചയിക്കുകയും ചെയ്യും. ലോകകപ്പിൽ നിന്ന് ടീമുകൾ പുറത്താകുന്ന ഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങളുടെ ഓഫറുകളും അവസാനിക്കുന്നതാണ്. ഏറ്റവും അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്നും മാറ്റമില്ല. കഴിഞ്ഞ ദിവസങ്ങളിലെ വിപണിയിലെ ചാഞ്ചാട്ടങ്ങൾക്ക് ശേഷം ഇന്ന് സ്വർണ്ണവില സ്ഥിരത പാലിക്കുകയാണ്. 2026 ജൂൺ 14 ഞായറാഴ്ച 1 പവൻ സ്വർണ്ണത്തിന് 1,09,320 രൂപയും 1 ഗ്രാം സ്വർണ്ണത്തിന് 13,665 രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത്. ഡെയിലി ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ വാർത്ത ഷെയർ ചെയ്യുക. യൂട്യൂബിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഫോളോ ചെയ്യുക. Please subscribe our channel.